ഇനി എന്റെ കൂടെ ഒരു സെൽഫി ആകാം. എന്റെ കൊച്ചുമകളും കൊച്ചുമരുമകനും IPS കാരാണെന്ന് ഫോട്ടോ കണ്ടിട്ടെങ്കിലും സ്വപ്നം കാണാലോ. എടുക്ക്. ആ ക്ലാരമ്മയ്ക്ക് വേണോ പോലീസുകാരിയുടെ കൂടെ ഒരു സെൽഫി? വാ ക്ലാരമ്മേ, എടുക്കാം. എടുക്കടി. കണ്ടവരുടെ കൂടെ സെൽഫി എടുക്കാനുള്ളതല്ല ഈ യൂണിഫോം. ഇതിനൊരു എത്തിക്സ് ഉണ്ട്. ഇതിന്റെ വില എന്താണെന്ന് അറിയാവുന്നവർക്ക് മാത്രമേ ഇത് മനസ്സിലാവൂ. ലോകോത്തര പൊട്ടിയ വെറും സാധു. ക്ലാരമ്മയ്ക്ക് ഒന്നും തോന്നരുത്. അത് അമ്മ എന്നോട് പ്രത്യേകം പറയണോ? എനിക്കറിയില്ലേ ആമി മോളെ. എന്താണോ ഇത്? മിണ്ടാതെ എന്റെ കൂടെ വന്നാ മതി. എന്തോന്ന്? വാടോ, കൊല്ലാനൊന്നും അല്ല. നടക്ക്. എന്താ? കണ്ണു തുറക്കാതെ കൈയൊന്നും നീട്ടിക്കേ. കണ്ണു തുറക്കരുതേ. ഇനി കണ്ണു തുറക്ക്. ദത്തേട്ടന്റെ യൂണിഫോമാ. ഇതെനിക്കെന്തിനാ? ചുമ്മാ ഒരു മോഹം, താനിതൊന്നിട്ട് കാണണമെന്ന്. തനിക്ക് മട്ടായോ? എന്തൊരു മോഹങ്ങളാടോ ഇതൊക്കെ. ഞാനിവിടെ വന്നു കയറിയ ദിവസം മുതൽ കേൾക്കുന്ന തന്നെ ഒരു IPS ഓഫീസർ ആക്കണം എന്നല്ല തന്റെ വീട്ടുകാരുടെ മോഹം. ആ യൂണിഫോം തനിക്ക് ഫിറ്റ് ആവുമെന്നൊന്നും അറിയണ്ടേ? ഏതായാലും ഈ യൂണിഫോം എനിക്ക് ഫിറ്റ് ആവുന്ന ലക്ഷണമില്ല. 7.5 അടി പൊക്കമുള്ള അളി എവിടെ കിടക്കുന്നു, 5.5 അടിയുള്ള ഞാൻ എവിടെ കിടക്കുന്നു. എന്നാലും ഒന്ന് ഇട്ട് നോക്കുന്നോണ്ട് എന്താ കുഴപ്പം? അതൊന്നും കുഴപ്പമില്ല. പിന്നെ പോലീസ് യൂണിഫോം എനിക്ക് നന്നായിട്ട് ചേരും. ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴേ ഒരു നാടകം കളിച്ചിട്ടുണ്ട്, ന്യായവതി. അതിലെനിക്ക് IG-യുടെ വേഷമായിരുന്നു. അതിന്റെ റിഹേഴ്സലൊക്കെ ഇവിടെ തന്നെ ആയിരുന്നു. അന്ന് എന്നെ പോലീസ് യൂണിഫോമിൽ കണ്ടപ്പോൾ തൊട്ട് തുടങ്ങിയ മോഹമാണ് മുത്തശ്ശിക്കും ആമിച്ചേച്ചിക്കും എന്നെ പോലീസ് ആക്കണമെന്ന്. ഇപ്പൊ ആ മോഹം എന്റേതും കൂടിയാ. തന്നെ ഞാൻ എങ്ങനെയെങ്കിലും സിവിൽ സർവീസ് എഴുതിപ്പിക്കും. ഞാൻ തന്റെ ജീവിതത്തിൽ വന്നതുകൊണ്ട് തനിക്ക് ഐശ്വര്യം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്ന് മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കണം. പൂജ, വലിയ സെന്റിമെന്റ്സ് ഒന്നും വേണ്ട. താൻ പോയി ഡ്രസ് ഇട്ട് വാ, ഞാൻ ഒന്ന് കാണട്ടെ. എടോ, ചുമ്മാതെ ഓരോരോ കൊച്ചു കൊച്ചു കൗതുകങ്ങൾ. ഇതൊക്കെ ഇല്ലെങ്കിൽ പിന്നെ എന്ത് ജീവിതാടോ? ശരി. ഞാൻ എന്താണ് ഇങ്ങനെ? കൊള്ളാവോ? എന്താടോ? കളിക്കിട്ടുണ്ട്. പക്ഷേ ഇച്ചിരി വലുതാണോ എന്നൊരു സംശയം. താന്താ എന്നെ കളിയാക്കിയാണോ? എന്റെ ആദിക്കുട്ടനെ ഞാൻ കളിയാക്കോ? അയ്യോ, എന്റെ ഈശ്വര, ഞാൻ എന്തായി കാണുന്നേ? എടാ, ഇത് ദത്തന്റെ യൂണിഫോം അല്ലേ? നിനക്കെന്താ വല്ല നാടകം ഉണ്ടോടാ? ഉടനെ നാടകം ഉണ്ടാവും. എവിടെയാ? നിന്റെ കോച്ചിങ് സെന്ററിലാ? അല്ല, ജീവിതത്തിലായാലും നാടകത്തിലായാലും കൊള്ളാം. നീ ഈ വേഷം ഇട്ട് ഞാനൊന്ന് കണ്ടല്ലോ. എന്റെ എത്ര കാലത്തെ മോഹവാ നീ ഒരു IPS ഓഫീസറായിട്ട് കാണണമെന്ന്.
ആമി നീ ഇത് കണ്ടോ? അയ്യ അത് വേണോ? വാടാ പറയട്ടെ. ആമി എടോ നിങ്ങൾ പറയടോ നടക്കടോ. ആമി. അയ്യോ എന്റെ അമ്മേ. ആമിക്കുട്ടി നീ ഇത് കണ്ടില്ലേ? ഇതെന്താ ഇവൻ ഈ വേഷത്തില്? ഇവന്റെ ഒരു വലിയ സ്വപ്നമല്ലേ IPS. അപ്പൊ അളിയന്റെ വേഷം ഇവനൊന്ന് ഇട്ടു നോക്കിയതാ. എങ്ങനെയുണ്ടടി, ചേരുന്നുണ്ടോ? സത്യമായിട്ടും ഞാൻ തന്നെ ഇതെടുത്തത് എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം. എന്നാലും എന്റെ ആദിമോനെ, നിന്നെ ഈ വേഷത്തെ കണ്ടപ്പോ എനിക്ക് എന്ത് സന്തോഷമായിരുന്നു. എന്നാടാ കുട്ട നീ ഇങ്ങനെ ശരിക്കും എന്റെ മുന്നിൽ വന്ന് നിൽക്കുന്ന? ചേച്ചിക്ക് അതിനുള്ള ഭാഗ്യം നീ ഉണ്ടാക്കി തരില്ലേ? അതൊക്കെ നടക്കും. ഇവൻ IPS എടുക്കും. നീയും ഞാനും അത് കാണുവാമി. അതിനുവേണ്ടിയല്ലേ അവന്റെ ഈ മുത്തശ്ശി അമ്പലങ്ങൾ മുഴുവനും കയറി ഇറങ്ങുന്നത്. എല്ലാം നന്നായി കലാശിക്കും. എന്റെ പൂജമോള് ഐശ്വര്യമുള്ളോളാ. നല്ലതേ വരൂ. ആഹാ, ചേട്ടത്തോടെ പോയതാ? ഞാനൊന്ന് പള്ളിയിൽ പോയതാ സാറേ. പിന്നെ കല്ലുമല ചന്തയിലും ഒന്ന് കേറി. മീൻ കിട്ടിയോ? ആ കപ്പല് മറിഞ്ഞ ശേഷം നല്ല മീനൊന്നും വരുന്നില്ല. കുറച്ച് ആവോലി കിട്ടി, അതും തീ പിടിച്ച വില. ഇതിലും ഭേദം ഞങ്ങളുടെ ഹൈറേഞ്ചാ. കടൽ മീൻ കിട്ടാൻ ബുദ്ധിമുട്ടാണെങ്കിലും നല്ല പച്ചയ്ക്ക് പച്ച പുഴമീൻ കിട്ടും. പിന്നെ വെടിയിറച്ചിയും നല്ല പിടയ്ക്കുന്ന പച്ചക്കറിയും. സത്യം പറയാലോ, അവിടുത്തെ പച്ചവെള്ളത്തിന് പോലും ഒരു മധുരവാ. ആ അത് നേരെ കേട്ടോ. എനിക്കും ഭയങ്കര ഇഷ്ടാ നിങ്ങളുടെ ഹൈറേഞ്ച്. ഇടയ്ക്ക് ഞാൻ വരാറുണ്ട്, വാഗമണ്ണും മൂന്നാറിലൊക്കെ. സാറേ, ഈ ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ വന്നിട്ട് ഒരു കാര്യവുമില്ല. അവിടൊക്കെ ചുമ്മാ സിമന്റ് കുഴച്ചു വെച്ചേക്കല്ലേ. ഇടുക്കിയുടെ സൗന്ദര്യം കാണണമെങ്കിൽ ഗ്രാമങ്ങളിൽ വരണം. ഞാൻ വന്നിട്ടുണ്ട് കുറെ സ്ഥലങ്ങളിലൊക്കെ പണ്ടേ എന്റെ ട്രെയിനിങ് ടൈമില്. ആ, പിന്നെ ഒരുപാട് സ്പോർട്സ് താരങ്ങൾ നിങ്ങളുടെ ഹൈറേഞ്ചിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. ആ അവിടെ ഈ കോരിത്തോട് എന്ന് പറയുന്ന സ്ഥലം ഭയങ്കര ഫേമസ് ആണല്ലോ. അതെ സാറേ, അവിടുത്തെ കുട്ടികളൊക്കെ താരമാകാൻ വേണ്ടി പഠിക്കുന്നതല്ല, 10-20 കിലോമീറ്റർ നടന്ന ദിവസവും സ്കൂളിലും ഞായറാഴ്ച പള്ളികളിലും ഒക്കെ പോകുന്നത്. അങ്ങനെ ഓടിയും ചാടിയും അവരൊക്കെ കായിക താരങ്ങളാകുന്നതാ. അല്ല, ക്ലാരമ്മ ചേട്ടത്തിക്ക് ഓട്ടം ചാട്ടം ഒന്നും ഇല്ലായിരുന്നു? ഓ, എന്നാ പറയാനാ സാറേ, എന്റെ ഓട്ടവും ചാട്ടവും ഒക്കെ വല്ലവന്റെ അടുക്കളയിലായിരുന്നു. വീട്ടിൽ 5-8-10 മക്കളും പ്രാരാബ്ദവും ഒക്കെ ആയിരുന്നേ. അമ്മച്ചി ഒരു അസുഖക്കാരിയായിരുന്നു. അപ്പച്ചൻ എന്റെ ചെറുപ്പത്തിൽ ഞങ്ങളെ കളഞ്ഞിട്ട് പോവുകയും ചെയ്തു. പിന്നെ ജീവിക്കണ്ടായോ? അമ്മച്ചി പിള്ളേരെ ഓരോരുത്തരായിട്ടൊക്കെ അങ്ങ് വേലയ്ക്ക് നിർത്തി. വയ്യെങ്കിലും അമ്മച്ചിയും പണിയെടുക്കും കേട്ടോ. അങ്ങനെ അമ്മച്ചിയും ഞാനും കുറെ കാലം ഒരു അച്ഛന്റെ സെമിനാരിയിൽ കുശിരിക്കാരായിരുന്നു. അവിടുന്നാ ഞാൻ ഈ പാചകപ്പണിയൊക്കെ പഠിച്ചത്. അപ്പൊ ഈ അമ്മച്ചും കൂടപ്പുറപ്പൊക്കെ ഇപ്പൊ? അമ്മച്ചി മരിച്ചു 10-25 കൊല്ലമായി. പിന്നെ കൂടപ്പുറപ്പുകൾ ചിലരൊക്കെ വല്ലപ്പോഴും വിളിക്കും. ഓരോരുത്തർക്കും ഓരോ തിരക്കാ സാറേ. ചേട്ടത്തി കല്യാണം കഴിച്ചില്ലേ? ഓ, അതൊരു മെഗാ സീരിയൽ കഥയാ സാറേ. അത് ഞാൻ പിന്നൊരിക്കൽ പറയാം. ആ അല്ല ഏട്ടത്തി, നമ്മുടെ ആദ്യം പൂജയും കണ്ടുകൂട്ടിയത് ലൂയിസിന്റെ ബംഗ്ലാവിൽ വെച്ചാണെന്നല്ലേ പറഞ്ഞത്? അതെ സാറേ. അവര് എത്ര കാലം അവിടെ ഉണ്ടായിരുന്നു? അത് കൃത്യമായിട്ടൊന്നും എനിക്കറിയില്ല സാറേ. അതാ, ആ സമയത്ത് ഞാൻ കുറച്ചു ദിവസം പൈനാവിലുള്ള എൻ്റെ അനിയത്തിയുടെ വീട്ടിലായിരുന്നു. ഞാനിങ്ങനെ വന്നും പോയി നിൽക്കുമ്പോൾ അവരെ കണ്ടിട്ടുണ്ടോന്നുള്ളതല്ലാതെ